ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മത്തി പച്ചക്കുരുമുളക് ഇട്ട് വറ്റിച്ചതാണ് കേട്ടോ. അത് നമുക്ക് എന്തൊക്കെ വേണം നോക്കാം. ആദ്യം പച്ചക്കുരുമുളക് വേണം, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 10 കുഞ്ഞുള്ളി, ഒരു 6 അല്ലി വെളുത്തുള്ളി, പിന്നെ ലേശം ജീരകം, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയാണ് നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. എന്നിട്ട് ഇതൊക്കെ കൂടി ഒന്ന് മിക്സിയിലിട്ട് എന്ത് ചെയ്യുക, ഒന്ന് അടിച്ചെടുക്കണം. ഇത് നമ്മളൊരു പേസ്റ്റ് രൂപത്തിലാണ് കേട്ടോ അടിച്ചെടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും ജീരകവും കറിവേപ്പിലയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ലേശം നമ്മൾ ഉപ്പ് ചേർക്കണം കേട്ടോ. ഉപ്പ് ചേർക്കാൻ മറക്കരുതേ. അങ്ങനെ ഈ ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. നിങ്ങളുടെ ആ പാകത്തിന് വേണം കേട്ടോ ഉപ്പ് ചേർക്കാൻ. അങ്ങനെ നല്ലോണം ഒരു പേസ്റ്റ് രൂപത്തിൽ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലേശം നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ. എന്താ വെച്ചാൽ മഞ്ഞൾപ്പൊടി ചേർത്തില്ലെങ്കിൽ മീനിങ്ങ് വെളുത്ത് കിടക്കും, അപ്പോൾ അത് ചിലർക്ക് ഇഷ്ടപ്പെടില്ല. അതിലേക്ക് ലേശം നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ടത് മിക്സ് ചെയ്യുക കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഈ മിശ്രിതം നമ്മൾ എന്ത് ചെയ്യുന്ന മീനിൽ തേച്ച് കൊടുക്കുക. എരിവ് കുറവാണെന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, കുറച്ചുകൂടി കറുത്ത കുരുമുളകില്ലേ, അപ്പോൾ ആ കുരുമുളകൊന്ന് ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇത് മത്തിയിൽ തേച്ചിട്ടൊന്ന് കുറച്ച് നേരം വേണമെങ്കിലൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കുക കേട്ടോ. അങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഞങ്ങളൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വാഴയിലയിൽ പൊതിഞ്ഞിട്ട് പൊള്ളിക്കാൻ വെക്കാം കേട്ടോ. സാധാ രീതിയിലല്ല നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്, വാഴേൻ്റെ ഇലയിൽ ഇട്ടിട്ടാണ് പൊള്ളിച്ചെടുക്കുന്നത്. അങ്ങനെ വാഴയുടെ ഇലയിൽ വെച്ചിട്ട് മീനൊക്കെ വെച്ചിട്ട് നമുക്കിതൊന്ന് കെട്ടിക്കൊടുത്തിട്ട് ചീനച്ചട്ടിയിൽ വെച്ചിട്ടൊന്ന് പൊള്ളിച്ചെടുക്കാം. പിന്നെ ഇടയ്ക്ക് നമുക്കിതൊന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് മറിച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകുമല്ലോ. അപ്പോൾ ഇടയ്ക്കൊന്ന് വെന്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല രുചിയാണ് കേട്ടോ കഴിക്കാൻ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചിലർക്ക് മുളക് പൊടിയൊക്കെ ഇട്ട് ഉണ്ടാക്കിയ മീനായിരിക്കും ഇഷ്ടമുണ്ടാവുക, പക്ഷേ ഇതൊട്ടും മോശമല്ല കേട്ടോ കഴിക്കാൻ. നല്ല എരിവുണ്ടായിരിക്കും. അതുപോലെ തന്നെ മീനിന് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടതുകൊണ്ട് ഒരു മീനൊന്നും വെളുത്ത് കിടക്കുകയൊന്നുമില്ല. അപ്പം എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക.